പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ഒരുമിച്ച് ചേർന്ന കർത്താവിന്റെ പാദാന്തികെ കടന്ന് ഒരു വൻ സഹായിച്ചില്ല വചന പ്രയർ ഫെലോഷിപ്പിൽ ഒരുമിച്ച് കടന്നു വന്ന് അല്പസമയം പ്രാർത്ഥിപ്പാനും കർത്താവിന്റെ വചനം ധ്യാനിപ്പാനും ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ തിരുവചനം തുടർമാനമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ കൊലോസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 13 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ദൈവം അനുവദിച്ചാല് 14-15 വേദഭാഗത്തിലേക്ക് പ്രവേശിപ്പാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമേൻ ആ വേദഭാഗത്തേക്ക് പ്രവേശിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-15 വേദഭാഗം ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചാട്ടെ. മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സർവോപരി സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. ഹല്ലേലൂയ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. ഹല്ലേലൂയ. ഇതുവരെ ഈ 13-ാം വാക്യം വരെ നമ്മൾ സൽഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സഫലമാകണമെങ്കിൽ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാകണമെങ്കിൽ എല്ലാറ്റിനും മീതെ സ്നേഹം ധരിക്കണം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച എല്ലാ കാര്യങ്ങളുടെയും മകുടമായി നിൽക്കുന്നത് സ്നേഹമാണ്. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. അപ്പോൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കപ്പെടുന്ന ഏവനും രക്ഷിക്കപ്പെടുമെങ്കിൽ ദൈവവൈതലെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം അതേ 13-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സ്നേഹം അയൽക്കാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണം തന്നെ. സ്നേഹം ഹല്ലേലൂയ അയൽക്കാരന് ദോഷം വരുത്തുന്നില്ല. ആർക്കും ഒരു ദോഷം വരുത്തുവാൻ ഹല്ലേലൂയ ദൈവം അനുവദിക്കുന്നില്ല. അയൽക്കാരന് ദോഷം വരുത്തുന്നതല്ല ഈ സ്നേഹം എന്ന് പറയുന്നത്. ആമേൻ. കർത്താവ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതത്താൽ ഹല്ലേലൂയ അതിന്റെ പൂർണ്ണത തികയ്ക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഇന്ന് പകൽക്കാലം വിശ്വാസികളാണല്ലേ. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ ഞാൻ പറയട്ടെ പല കൃപാവരങ്ങളുണ്ട്. സ്നേഹം എന്നുള്ള കാര്യം നമ്മളിൽ പലപ്പോഴും കാണുന്നില്ല. ദൈവമക്കളെ, സ്നേഹമില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് കാപട്യം നിറഞ്ഞതാണ്, അത് കപടത നിറഞ്ഞതാണ്. ആകയാൽ സ്നേഹം നമ്മളിൽ പ്രതിഫലിക്കണം. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ നാം എങ്ങനെയാണ് തെളിയിച്ചു കൊടുക്കുന്നത്? അത് പ്രവർത്തികളിലൂടെയാ. നാം വസ്ത്രം അണിഞ്ഞിരിക്കുന്നത് പുറമേ കാണുന്നത് പോലെ നമ്മുടെ സ്നേഹം മറ്റുള്ളവർ തിരിച്ചറിയണം. മറ്റുള്ളവർക്ക് അത് നാം പകർന്നു കൊടുക്കണം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം വായിച്ച് അതിൻ്റെ അകത്ത് സ്നേഹത്തെ പറ്റി മാത്രം എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാ. വിശ്വാസത്തെ പറ്റിയുള്ള വർണ്ണന ഹല്ലേലൂയ നാം കാണുമ്പോൾ സ്നേഹത്തെ പറ്റി ഹല്ലേലൂയ വർണ്ണിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസം വേണം, എന്നാൽ അതോടൊപ്പം തന്നെ സ്നേഹം എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമാണ്. എന്റെ കർത്താവ് അവനോടുള്ള ബന്ധം നമ്മളിൽ ആക്കി തന്നത് എങ്ങനെയാണ്? സ്നേഹത്താലാണ്. തന്റെ ഓമനകുമാരനെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി യാഗമായിട്ട് ഈ താണഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നാം തമ്മിൽ സ്നേഹമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നാം തമ്മിൽ ഹല്ലേലൂയ ആമേൻ അത് പ്രകടിപ്പിക്കുവാൻ ഇടയാകണം. പലപ്പോഴും ഇന്ന് സ്നേഹം അത് വാക്കുകളിൽ ഒതുങ്ങുന്നതായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. എഫേസ്യ ലേഖനം ഒന്ന് എടുത്താട്ടെ. 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യവും 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. 4:3 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ ജാഗ്രതയോടെ ഇരിക്കുവീൻ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം?
ആത്മാവിന്റെ ഐക്യതയിൽ ജീവിക്കണം. അതിന്റെ 1-ാം വാക്യം തൊട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാ, പരസ്പര സ്നേഹത്തോടെ ഐക്യത്തിൽ ജീവിക്കുവാൻ അപ്പോസ്തലനായ പൗലോസിയുടെ ബുദ്ധി ഉപദേശിക്കുക. കർത്താവിന് വേണ്ടി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം നടക്കണം. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി വലിയ വിളിയാണ്. അത് എങ്ങനെയായിരിക്കണം? സ്നേഹത്തിൽ നടക്കണം, ആത്മാവിന്റെ ഐക്യതയിൽ. ഹല്ലേലൂയ, ആമേൻ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിച്ചുകൊണ്ട്, ആമേൻ, നിങ്ങളുടെ വിളിയുടെ ഏക പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾ ഏക ശരീരവും ഏക ആത്മാവുമുള്ളവരായിരിപ്പീൻ. ഹല്ലേലൂയ. ഒരുപോലെ ഹല്ലേലൂയ കർത്താവിനോട് പറ്റിച്ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വിളിയുടെ ആഴം നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ആ വിളിയുടെ ആഴങ്ങൾ നാം ദർശിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുമ്പോൾ ആ വിളിയുടെ ആഴങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ വരണം. 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം. ഇത് പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുക. സ്നേഹമില്ലെങ്കിൽ വഴക്കാണ്. ഒരു കുടുംബത്തിൽ, ആമേൻ, പലപ്പോഴും വഴക്കിന് കാരണം എന്താണെന്നറിയാമോ? തമ്മിൽ സ്നേഹമില്ല, തമ്മിൽ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടായിരിക്കും അവർക്ക്, ആമേൻ, ഭയങ്കര അന്യഭാഷ ഉണ്ടായിരിക്കും, കൃപാവരങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും, എന്നാൽ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാതായിരിക്കുന്ന അവസ്ഥ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. തമ്മിൽ സ്നേഹം, ഇത് ഭയങ്കര കാര്യമാണ്. തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പനയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ പ്രകാരം എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഞാനൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്ന് തന്നെ. അപ്പോൾ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ, ഹല്ലേലൂയ, ആമേൻ, അടിസ്ഥാനം എന്ന് പറയുന്നത്. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ, ആമേൻ, ദൈവത്തോട് ഒത്തുചേർന്ന് ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയാതെ വന്നാൽ അവർക്ക് ആ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മുടെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കണം. ഒരുപക്ഷെ അവരിൽ കുറവുകൾ കാണാം, കുറ്റങ്ങൾ കാണാം. നമ്മൾ കുറവ് തികഞ്ഞവരാണോ? നമ്മളിൽ എത്രയോ ആയിരക്കണക്കിന് കുറവുകളുണ്ട്. ഈ കുറ്റങ്ങളും കുറവുകളും വെച്ചുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം ഈ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരായ നമ്മെ എത്രയധികമായി സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ യേശു കർത്താവ് തന്റെ കൽപ്പന പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം. ഒരു പുതിയ കൽപ്പനയാ ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന്. ഇത് പുതിയ കൽപ്പന യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് അവിടെ കൊടുത്തിരിക്കുമ്പോൾ നമുക്കും ഇന്ന് നൽകി തന്നിരിക്കുക. ഈ കൽപ്പന നാം പാലിക്കേണ്ട അത്യാവശ്യമാണ്. ദൈവമക്കളെ, പലപ്പോഴും ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ അടിസ്ഥാനം ഇതാണ്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ദൈവവൈതലിന് സ്നേഹമെന്ന് പറയുന്ന, ആമേൻ, ജീവിതം നയിക്കുവാൻ കഴിയാതിരുന്നാൽ, ഹല്ലേലൂയ, കർത്താവ് നൽകിയിരിക്കുന്നവന്റെ കൽപ്പനയെ, ആമേൻ, നാം ലംഘിക്കുന്നവരായി മാറും. പലപ്പോഴും കൽപ്പന ലംഘികളായി തീരുന്നവർ ദൈവവചനത്തിന് വിരുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പനയെ നാം അതുപടി അനുസരിക്കുവാൻ തയ്യാറാകണം. ഈ യോഹന്നാന്റെ സുവിശേഷം തന്നെ 15-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്നാകുന്നു എന്റെ കൽപ്പന. വീണ്ടും കർത്താവ് പറയുക, 1, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. 2, കർത്താവ് പറയാ, ഹല്ലേലൂയ, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ആമേൻ. ഇച്ചിരി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാ അല്ലെ? കർത്താവ് നമ്മളെ ജീവൻ തന്നാ സ്നേഹിച്ചത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും 10 രൂപ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. നമ്മുടെ കയ്യിലുണ്ട് കടം ചോദിച്ചാൽ തിരിച്ചു കിട്ടുമോ നമുക്ക് ഉറപ്പില്ല. എങ്ങനെ കൊടുക്കും അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ എപ്പോഴും ഓർക്കും, കൊറോണ വന്ന സമയത്ത് എത്രയോ ബന്ധങ്ങളും സ്നേഹങ്ങളും ഉണ്ടായിരുന്നു.
ആമേൻ, ഒറ്റപ്പെട്ട അവസ്ഥകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണമുണ്ടായിരുന്നവരെയൊക്കെ ഒറ്റയ്ക്ക് ആമേൻ ശവസംസ്കാരം നടത്തി. അവർക്കൊക്കെ എത്ര വലിയ ആമേൻ ഫ്യൂണറൽ കിട്ടേണ്ടതാ അല്ലെ? അതിനുള്ള ആമേൻ ആദരവോടുകൂടി അവരെ സംസ്കാരം ചെയ്യേണ്ടതാണ്. പക്ഷേ ആമേൻ ചുമ്മാതെ വലിച്ചുകൊണ്ടുപോയി അവരെ കൊണ്ട് ഇടുവാൻ തക്കവണ്ണമിടയായി. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണ്? കൊറോണ എനിക്കും പിടിപെടും, ഞാനും മരിക്കുമെന്നുള്ള ഭയത്താൽ ആരും അതിന് മുതിർന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത്രയും ഉള്ളു ലോകത്തിന്റെ സ്നേഹം. നമ്മൾ പറയും പണ്ട് കല്ലറ വരെ ഉണ്ടായിരുന്നു, ഇന്ന് കല്ലറ വരെയും ഇല്ലെന്ന്. ഹല്ലേലൂയ. പെരക്കാത്തിരുന്ന് കൊറോണ വന്നപ്പോ അങ്ങേ മുറിയിൽ ഇങ്ങേ മുറിയിലോട്ട് പോലും കയറാൻ പേടിച്ച അവസ്ഥയായി പോയി. പണ്ട് കരഞ്ഞോണ്ട് അവിടം വരെയെങ്കിലും പോകുമായിരുന്നു. സ്തോത്രം. അത്ര മാത്രമായി ഒരു മാരക രോഗം വരട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറിനോട് ഒരു കുട്ടി സംശയം ചോദിക്കുന്നത് ഞാൻ കേട്ടു. ക്യാൻസർ പകരുന്ന രോഗമാണോ? അവരുടെ കൂടെ താമസിക്കാമോ? അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാമോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, മകളെ, അതിനൊരു കുഴപ്പവുമില്ല, അതൊരിക്കലും പകരുന്ന രോഗമല്ല. സാധാരണക്കാരായ ആളുകളെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളോടൊത്ത് പണ്ട് എങ്ങനെ ആ വ്യക്തിയെ കരുതിയിരുന്നു അതുപോലെ കരുതണം. അത് പകരുന്ന രോഗമല്ല. അതുപോലും ഇന്ന് ആളുകൾക്ക് ഭയമാണ്. ദൈവമക്കളെ, എത്രമാത്രം ലോകം അധപ്പതിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം. ഇപ്പൊ കൊലോസ്യ വിശ്വാസികൾ സ്നേഹത്തിൽ ഏകീഭവിക്കണമെന്നത് അപ്പോസ്തോലന്റെ ഒരു അഭിവാഞ്ചിയായിരുന്നു. ഇത് തന്നെയാണ് ഹല്ലേലൂയ നമ്മളിലും ദൈവത്തിന്റെ ആഗ്രഹം. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുതേ എന്നും അപ്പോസ്തലൻ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കണം, ഉറ്റ സ്നേഹിക്കണം. അന്യോന്യം, നമ്മൾ 13-ാം വാക്യം വായിച്ചു, അന്യോന്യം ഹല്ലേലൂയ വഹിക്കുകയും ഒരുവനോട് വഴക്കുണ്ടായാൽ അന്യോന്യം ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുവീൻ. കേൾക്കാൻ എളുപ്പമാ അല്ലെ? പറയാൻ എനിക്കും എളുപ്പമാ. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. പറ്റണം. ഇതാണ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ കടപ്പെട്ടിരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വേദഭാഗത്തിൽ എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? ആമേൻ. താൻ പറയുന്നു, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വയം ദൈവത്തിന് സൗരഭ്യപൂർണമായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ഇതൊക്കെ ആഴങ്ങൾ ഓരോ വാക്കെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ക്രിസ്തു നമുക്ക് വേണ്ടി എന്തായി തീർന്നത്? നമ്മളെ സ്നേഹിച്ചിട്ട് സ്വയം ദൈവത്തിന് സൗരഭ്യ വഴിപാടായും യാഗവുമായും തീർന്നു. ഹല്ലേലൂയ. യാഗമായി തീരുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കറിയാം. ഇന്ന് പകൽക്കാലം നമ്മിൽ എത്ര പേർ ഹല്ലേലൂയ ഇപ്രകാരമുള്ള സ്നേഹം ആമേൻ അന്യോന്യം ചെയ്യുന്നുണ്ട്. ഇപ്രകാരമുള്ള ഒരു സ്നേഹത്തിന് നാം ഹല്ലേലൂയ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം അന്യോന്യം കടപ്പെട്ടിരിക്കരുതേ. ഹല്ലേലൂയ. സ്നേഹത്തിൽ നാം നടക്കുന്നവരാകേണം. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം? 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആജ്ഞയുടെ ലക്ഷ്യമോ ശുദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും നല്ല മനസാക്ഷിയും ആത്മാർത്ഥമായ വിശ്വാസവുമാകുന്നു. ഹല്ലേലൂയ. എന്താ ഇത്? ആജ്ഞയുടെ ഇത് ദുരുപദേഷ്ടാക്കന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പ് അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുമ്പോൾ അതിന്റെ 4-ാം വാക്യത്തിൽ വിശ്വാസത്താലുള്ള ദൈവവേലയേക്കാൾ അനാവശ്യമായ വാദപ്രതിവാദങ്ങൾക്ക് വഴിതെളിക്കുന്ന കെട്ടുകഥകളെയും വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ആജ്ഞാപിക്കുക തന്നെ. താൻ ഇവിടെ ആജ്ഞാപിക്കുമ്പോൾ ഈ ആജ്ഞാപനത്തിന്റെ ലക്ഷ്യമാണ് പറയുന്നത്. ശുദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അല്ലെ? ശുദ്ധമായ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് പോലെ ചക്കിലെടുത്ത് ആട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എല്ലാവർക്കും ശുദ്ധമാണ്. കടയിൽ പോയി അല്ലാതെ വാങ്ങിച്ചാലോ അതിൻ്റെ അകത്ത് മായമുണ്ടെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ദൈവാത്മാവ് പറയുക,
നമ്മുടെ ജീവിതത്തിൽ ഹൃദയം ശുദ്ധമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന സ്നേഹം ശുദ്ധമായ സ്നേഹമായിരിക്കും. അതിൻ്റെ അകത്ത് യാതൊരു കലർപ്പും ഉണ്ടാകത്തില്ല. അതാ താൻ പറയുന്നത്. നല്ല മനസാക്ഷി അവിടെ ഉണ്ടായിരിക്കും. ഈ ശുദ്ധമായ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കും? ആമേൻ, ആ നല്ല സ്നേഹമുണ്ടായിരിക്കും. ആ ഹൃദയത്തിന് നല്ല മനസാക്ഷി ഉണ്ടായിരിക്കും, ആത്മാർത്ഥത ഉണ്ടായിരിക്കും. ആ ഹൃദയത്തെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ പറയും ചിലരെ അല്ലെ സ്നേഹിക്കാൻ പറ്റും, അവരെ നല്ലതായിട്ട് സ്നേഹിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം ദൈവാത്മാവ് പറയുകയാണ്, ജീവിതത്തിൻ്റെതായ ഓരോ അനുഭവങ്ങളിലും ആമേൻ നാം സ്നേഹം എന്തെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് നാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്നേഹം ഇന്ന് പകൽക്കാലം നല്ല മനസാക്ഷിയായി നമ്മളിൽ വെളിപ്പെടണം. നല്ല ശുദ്ധ ഹൃദയം നമ്മളിൽ നിന്ന് വെളിപ്പെടണം. നിർവ്യാജ വിശ്വാസം ആമേൻ എന്നിവ ഉളവാക്കുന്ന ഒരു സ്നേഹമാണ് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത്. ഇതാ അപ്പോസ്തലൻ പറഞ്ഞത്. ശുദ്ധ ഹൃദയമുള്ളവർക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. വ്യാജത്തോടെ 10 ദിവസം, ഞാൻ പറയും ഒരു ഇപ്പം സിനിമയിൽ ആക്ട് ചെയ്യുന്നത് പോലെ ആമേൻ നമുക്ക് 10 ദിവസം സ്നേഹിക്കാൻ പറ്റും. യഥാർത്ഥ സ്വഭാവം കുറെ കഴിയുമ്പോഴത്തേക്ക് പുറത്തു വരും അല്ലെ. ഇത് പകൽക്കാല അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹമായിരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. പിന്നെയും അപ്പോസ്തലൻ പറയുന്നു, 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുന്നു, സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ. സകലത്തിന് മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. ഉറ്റ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുമാറുന്നതല്ല, തമ്മിൽ. ഹല്ലേലൂയ. ആമേൻ. ചിലര് എന്നെ എടുക്കുന്നറിയാം, കൂട്ടുകൂടിയിട്ട് കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആളിനെ കാണുമ്പം അങ്ങനെ അങ്ങ് പോകും. എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കാം അവരെ സ്നേഹിക്കുന്നതും അവരോട് കരുതുന്നതും അവരുടെ പല കാര്യങ്ങളിൽ നമ്മൾ സഹകരിക്കുന്നതും ഒക്കെ. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എങ്ങനെ ഇവർക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുവാനായിട്ട് കഴിയും? നമ്മൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് നമ്മളാലാവോളം നമ്മുടെ സമയം വേർതിരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ നാം വിശ്വസ്തരായി നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മറ്റൊരിടത്തു നിന്ന് അവർക്ക് സഹായം കിട്ടുമ്പോൾ, മറ്റൊരിടത്തു നിന്ന് സ്നേഹം കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് ആ ലെവലിലേക്ക് അവർ മാറിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്നേഹം എന്ത് ചെയ്യുന്നു? പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സകലത്തിനും മുൻപേ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. നമുക്ക് പിന്നെയും അവരോട് സ്നേഹം ഉണ്ടായിരിക്കണം. ഞാൻ ചിന്തിക്കും, കർത്താവ് ആമേൻ നമ്മളോട് ഒരിക്കൽ പാപങ്ങളെ ക്ഷമിച്ചു അല്ലെ. വീണ്ടും നാം വീണ്ടും പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതിന് ശുഭം വരികില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിനോ കരുണ ലഭിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ, ആമേൻ കർത്താവ് നീ ഈ പാപം ചെയ്തല്ലോ, നിന്നോട് ആമേൻ പറഞ്ഞതല്ലേ ചെയ്യരുതേ, അനുസരണക്കേട് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ വീണ്ടും ശാസിക്കുകയും ശിക്ഷിക്കുകയും അല്ല, കർത്താവ് നമ്മളോട് ക്ഷമിക്കുവാൻ വിശ്വസനായി കൂടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറയുക, അന്യോന്യം ഹല്ലേലൂയ സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം എല്ലാറ്റിനും മീതെ സമ്പൂർണമായിരിക്കണം. ഈ സ്നേഹം എന്ന് പറയുന്നത് എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമാണ്. ആ സ്നേഹം നാം ധരിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയാകണം. 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് വീണ്ടും പറയുക, ഭക്തിയോടെ സഹോദരപ്രീതിയോടെ സ്നേഹവും തന്നെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആമേൻ അത് 6-ാം വാക്യം തൊട്ട് വായിച്ചാൽ, പരിജ്ഞാനത്തോട് ആത്മനിയന്ത്രണത്തോട് സഹിഷ്ണുതയോട് ഭക്തിയും, ആമേൻ ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും ഹല്ലേലൂയ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് ഭക്തി ഉണ്ട്. ഓക്കെ, ഭക്തി അയ്യോ ഭയങ്കരമാ. നമ്മൾ വെള്ളയും ഇടത്തുള്ളൂ, കറക്റ്റ് സമയത്ത് പ്രാർത്ഥനയ്ക്ക് പോകും,
ആരാധനയ്ക്ക് പോകും, ജീവിതത്തിൽ ഉപവസിക്കും, എല്ലാം ചെയ്യും അല്ലെ. ഭക്തിയുടെ മാർഗം, ആമേൻ. ഭക്തിയുടെ വേഷവും കെട്ടാം കേട്ടോ. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ഭക്തിയോട് എന്തുണ്ടായിരിക്കണം? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആത്മനിയന്ത്രണവും ഉണ്ടായിരിക്കണം. ആത്മനിയന്ത്രണത്തോടൊപ്പം സഹോദര പ്രീതി ഉണ്ടായിരിക്കണം. ഭക്തിയോടെ ഹല്ലേലൂയ സഹോദര പ്രീതിയോടെ സ്നേഹവും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇന്ന് സഹോദരനെ സ്നേഹിക്കുവാൻ കഴിയാതെ ആമേൻ ഭയങ്കരമായിട്ട് ദൈവത്തെ സ്നേഹിക്കുക. അതുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്, ഈ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാതെ കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ കഴിയും സ്നേഹിക്കുവാൻ? ഹല്ലേലൂയ സ്നേഹിച്ച് കഴിയുന്നവരെ സ്നേഹിക്കാൻ കഴിയാതെ അവരോട് അവിശ്വസ്തത കാണിച്ചിട്ട് ഹല്ലേലൂയ അവരെ സ്നേഹിക്കാൻ കഴിയാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവൻ കള്ളനാകുന്നെന്ന ദൈവവചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഭക്തിയോട് സഹോദര പ്രീതിയോട് എന്തുണ്ടായിരിക്കണം? സ്നേഹവും. കൂട്ടിക്കൊള്ളുവീനെന്ന അപ്പോസ്തലൻ പറയുന്നത്. ഇത് ചങ്ങല പോലെ ഹല്ലേലൂയ ഒന്നിനു വീതെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം ധരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം നാം ധരിക്കണം. ഇത് ധരിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയാൽ 15-ാം വാക്യം എന്താണ് പറയുന്നത്? അങ്ങനെ ചെയ്താൽ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളങ്ങളിൽ വാഴണമെന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം മുതിർന്നു വരയണം. ഈ സ്നേഹത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് അവിടെ എന്താണ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സമാധാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്നേഹത്താൽ നിറഞ്ഞ അനുഭവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ദൈവിക സമാധാനം ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സമാധാനമായി നമ്മളിലേക്ക് വരണം. ആ ദൈവിക സമാധാനം ആമേൻ എന്ന് പറയുന്നത് ഈ ഫിലിപ്പിയർ 4:7 ദൈവിക സമാധാനം എന്നാണ് പറഞ്ഞ്, ക്രിസ്തുവിന്റെ സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവിക സമാധാനം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ക്രിസ്തുവും ദൈവവും ഒരു വ്യക്തിത്വങ്ങൾ ആമേൻ ആണോ എന്ന് ചോദിച്ചാൽ 2 വ്യക്തിത്വങ്ങളാണ് അല്ലെ. എന്നാൽ അവർ സാരാംശത്തിൽ ഒന്ന് തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വേദഭാഗം ഞാനത് വായിച്ച് മനസ്സിലാക്കി തരാം. അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നു, എനിക്കുള്ളതെല്ലാം നിന്റേതും നിനക്കുള്ളതെല്ലാം എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. നിനക്കുള്ളതെല്ലാം എനിക്കും, ആമേൻ ഹല്ലേലൂയ, എനിക്കുള്ളതെല്ലാം നിനക്കുമാകുന്നു. പിതാവും പുത്രനും അത് 2 വ്യക്തിത്വങ്ങളാണെന്നുള്ള തെളിയിക്കേണ്ടതിനാ. എന്നാൽ 2 പേരും അവർ സാരാംശത്തിൽ ഒന്നാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കൺഫ്യൂഷൻ ഉണ്ടാകരുത് കേട്ടോ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് 3ഉം ആമേൻ തൃത്വത്തിൽ ആമേൻ ഒന്നാണെങ്കിൽ പോലും 3 ഹല്ലേലൂയ വ്യക്തിത്വങ്ങളാണ്. ലോകത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ സമ്പത്ത് എന്താണ്? സമാധാനമുള്ളൊരു ഹൃദയമാണ്. സമാധാനം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വേദഭാഗത്തിൽ ഇവിടെ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുതേ, ഭ്രമിക്കുകയും അരുതേ. കലങ്ങുന്നത് എപ്പോഴാ? ഹൃദയം സമാധാനമില്ലാതെ വരുമ്പോഴാ, സന്തോഷമില്ലാത്തപ്പോഴാ ഹൃദയം കലങ്ങി പോകുന്നതല്ലേ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു.
നോക്കിക്കേ, നമ്മുടെ കർത്താവിന്റെ സ്നേഹം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി കരുതി, എന്നെല്ലാം കാര്യങ്ങൾ കർത്താവ് ചെയ്യാമോ അവയെല്ലാം ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം കർത്താവ് സ്വർഗസ്ഥലത്തേക്ക് കരയേറി പോയപ്പോ പറയാ, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല. ലോകം തരുന്ന സമാധാനത്തെ കുറിച്ച് ചിന്തിച്ചേ. ഹാലലുയ, നമ്മൾ അല്പനേരം സമാധാനത്തിന് വേണ്ടി മൊബൈൽ തോണ്ടി, ഹാലലു ഇച്ചിരി നേരം ഇച്ചിരി കോമഡി കണ്ടു, ഹാലലുയ ഇച്ചിരി എന്തെങ്കിലും വാർത്തകൾ കണ്ടു, ആമേൻ, ഓരോന്ന് കണ്ട് സമാധാനം കിട്ടുമെന്ന് ചിന്തിക്കും. ഞാൻ പറയും, ഈ ന്യൂസ് കണ്ടാൽ ഉള്ള സമാധാനം കൂടെ പോകും, അല്ലേ? ഞാൻ അത് കാരണം ഇതൊന്നും കാണാനേ പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മലയാള മനോരമ പത്രം ഞാൻ വായിക്കത്തില്ല. കാരണം അത് വായിച്ചാൽ അതിന്റെ അകത്ത് സമാധാനം പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ മരണം, ഇവിടെ മരണം, അവിടെ വെട്ടിക്കൊന്നു, ഇവിടെ ആമേൻ കുത്തിക്കൊന്നു, അവിടെ കെട്ടി ഞാൻ എത്തു, ആമേൻ, ഇവിടെ ഇന്ന പോലെ ഡൈവോഴ്സ് ആയി, ആമേൻ. ഇത് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ വാർത്തകളായിട്ട് എഴുതിയിരിക്കുക. ഈ വാർത്ത കേട്ടിട്ട് സമാധാനമാണോ കിട്ടുന്നത്? നമുക്ക് സമാധാനമല്ല, നമുക്ക് വീണ്ടും വിഷമമാ. ദൈവമേ, ഇതാണല്ലോ ലോകത്ത് സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് പറയുകയാണ് ഇന്ന് പകൽക്കാലം, ഈ ലോകം തരുന്ന സമാധാനം ഇല്ലെങ്കിൽ അല്പസമയത്തേക്ക് ഒരു റിലാക്സേഷൻ, ഒരു സിനിമ കാണാൻ ആൾക്കാർ പോയി, ഈ സിനിമ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങി വരും. അവിടെ ഇരുന്നപ്പോ സമാധാനമുണ്ട്, പുറത്തു വന്നപ്പോ പഴയ പടിയായി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്ന അപ്പോഴത്തേക്കേ ഉള്ളൂ. എന്നാൽ എന്റെ കർത്താവ് പറയാ, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല, എന്റെ സമാധാനം നിലനിൽക്കുന്നതാണ്. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സമാധാനത്തിൽ ലോകത്തിൽ ഒരു മനുഷ്യന് ഹല്ലേലൂയ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആമേൻ ആ വലിയ കാര്യം ഹൃദയത്തിൽ സമാധാനം എന്നുള്ളതാ. ഇന്ന് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് വീട് വിട്ടു പോകുന്നത്, സമാധാനമില്ലാത്തത് കൊണ്ടാണ് ആമേൻ ദേശം വിട്ടു പോകുന്നത്, സമാധാനമില്ലാത്തത് കൊണ്ടാണ് ആമേൻ പല കാര്യങ്ങൾ പലതിലും ആമേൻ മനുഷ്യൻ ബന്ധപ്പെട്ട് ഓടുന്നത്. സമാധാനത്തിന് വേണ്ടി പരക്കം പായുന്ന കാലഘട്ടമാ ദൈവമക്കളെ. ഇനി യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, അവിടെയും ഇവിടെയും ഭൂകമ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മരണങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. സമാധാന ലോകത്തിൽ നിന്ന് എടുത്തു കളയുന്ന അനുഭവങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, സമാധാനം നമ്മളിൽ നിന്ന് വിട്ടുമാറി, ആമേൻ, നമുക്ക് ആ സമാധാനം നമ്മുടെ സന്തത സഹചാരിയായി കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഞാൻ തരുന്ന സമാധാനം അത് മുഴു ലോകത്തെക്കാൾ, ആമേൻ, മുഴു ലോകത്തിൽ കിട്ടുന്ന ആ സന്തോഷത്തെക്കാൾ വലിയതാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ സമാധാനമുള്ള ഒരു ഹൃദയത്തിനായിട്ട് ആമേൻ ഉറ്റിരിപ്പീൻ. ഹല്ലേലൂയ. ഉത്തമമായ ഒരു സമ്പത്ത് നിങ്ങൾക്കുണ്ടോ? അത് സന്തോഷമുള്ളൊരു ഹൃദയമായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം 3.5 കൊല്ലം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോടുകൂടി നടന്നു, അല്ലെ? ശിഷ്യന്മാർക്ക് കൊടുക്കുവാൻ ക്രിസ്തുവിന്റെ പക്കൽ ഉണ്ടായിരുന്നത് ആമേൻ സമാധാനം മാത്രമായിരുന്നു. താൻ ജീവിച്ചിരുന്നപ്പോഴും സമാധാനം കൊടുത്തു. സ്വർഗസ്ഥലത്തേക്ക് കയറിപ്പോയപ്പോഴും താൻ സമാധാനം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അതാണ് നമ്മൾ 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ വായിച്ചത്. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാത്തതിനാൽ അതിന് അവനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. അവൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പറയുക ശിഷ്യന്മാരോട്, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം യേശു കർത്താവ് ലോകത്തിൽ ശിഷ്യന്മാരോട് ജീവിച്ചിരുന്നപ്പോഴും സമാധാനം കൊടുത്തു. കരകയറി പോയപ്പോഴും സ്വർഗസ്ഥലത്തേക്ക് കരകയറി പോയപ്പോഴും സമാധാനം കൊടുത്തെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന് സമാധാനമുണ്ട്. കാരണം ക്രിസ്തു നമ്മോടൊത്ത്, നാം ക്രിസ്തുവിനോടൊത്ത്, നമ്മിലാണ് കർത്താവ് വസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവ് ശിഷ്യന്മാർക്ക് സമാധാനം കൊടുത്തെങ്കിൽ അതിലുപരിയായി ഹല്ലേലൂയ നമുക്കും ഈ സന്തോഷം പകർന്നിരിക്കുക. ഹല്ലേലൂയ. അവൻ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് വേണ്ടി സമാധാനമുണ്ടാക്കി. ഹല്ലേലൂയ. ആമേൻ. ഭയാശങ്കയോടുകൂടി വാതിലടച്ചിരുന്ന ശിഷ്യവൃന്ദത്തെ സമാധാന സന്ദേശവുമായി ആമേൻ ആശ്വസിപ്പിക്കുവാൻ അവരുടെ അടുക്കലേക്ക് ആമേൻ കർത്താവ് ഇറങ്ങി വന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വേദഭാഗത്തിൽ യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പേടിച്ച് വിറങ്ങലിച്ചിരുന്ന ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവർ, നിങ്ങൾക്ക് സമാധാനം. ഇതാണ് നമ്മുടെ കർത്താവ്, ഇതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത.
ഹല്ലേലൂയ. ആകയാൽ അവന് സമാധാനത്തിന്റെ രാജാവായി ഹല്ലേലൂയ വാഴുവാൻ ഈ ഭൂമിയിൽ സാധിച്ചെങ്കിൽ അവൻ ഇനി വേഗ സമാധാനത്തിന്റെ പ്രഭുവായി കടന്നു വരും. ആമേൻ. അവൻ രാജാതിരാജാവായി സമാധാനത്തിന്റെ പ്രഭുവായി നമ്മെ വാഴുവാൻ കടന്നു വരും. ആകയാൽ ഇന്ന് പകൽക്കാലം നാം അവനായി കാത്തിരിക്കാം. ഹല്ലേലൂയ. എബ്രായ ലേഖനം ഒന്നെടുക്കാം, 7-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 2-ാമത്തെ വേദഭാഗത്തിൽ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ, അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നീട് ശാലേം രാജാവ് അഥവാ സമാധാനത്തിന്റെ രാജാവെന്നും ആമേൻ അർത്ഥം. ഹല്ലേലൂയ. മൽക്കീസദേക്കിന്റെ പൗരോഹിത്യ ക്രമപ്രകാരം ഹല്ലേലൂയ ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മൽക്കീസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? ആമേൻ. അബ്രഹാം അവന് സകലത്തിലും ദശാംശം കൊടുക്കുകയാണ്. അവന്റെ പേരിന് അന്ന് നീതിയുടെ രാജാവെന്നായിരുന്നെങ്കിൽ പിന്നീട് ഹല്ലേലൂയ സമാധാനത്തിന്റെ രാജാവ് എന്ന പേര് പറയുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ രാജാവായി, നീതിയുടെ രാജാവായി അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അതിവേഗം കടന്നു വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം സന്തോഷവതരായിരിക്കണം. ഹൃദയത്തിൽ സമാധാനകാംക്ഷികളായി ലോകത്തെ ഹല്ലേലൂയ ഈ ലോകത്തിന് എന്തെല്ലാം നേടിയാലും സമാധാനമില്ല എങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് അവൻ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് സംഭ്രമചിത്തരായി കഴിയുന്ന ലോക ജാതികളുടെ നടുവിൽ അചഞ്ചലമായ ഹൃദയത്തോടുകൂടി വിശ്വാസി വാഴണം. അതിനായിട്ടാണ് വിശ്വാസികളെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്? ഏക ശരീരമായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവ സ്നേഹത്താൽ ഹൃദയം നിറയപ്പെടണം. ഏക ശരീരമായി തീരുമ്പോഴാ സ്നേഹം നിറയുന്നത്. അവനിൽ ആശ്രയിച്ച് ആമേൻ, അവനിൽ വിശ്വസിച്ച് ഹല്ലേലൂയ അവന്റെ സ്നേഹത്തിൽ നിറയേണ്ടതിനാണ് ഏക ശരീരമായി കർത്താവ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നത്. എങ്കിൽ ദൈവിക സമാധാനവും നമ്മിൽ അവനോട് ചേരുമ്പോൾ നിറഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയാകും. ആകയാൽ ഇന്ന് പകൽക്കാലം നാം എന്ത് ചെയ്യണം? ആദ്യം സ്നേഹത്തെക്കുറിച്ചും പിന്നെ സമാധാനത്തെക്കുറിച്ചും നാം ചിന്തിക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും ഇടയാകണം. നമുക്ക് നമ്മള് ഈ കൊലോസ്യ ലേഖനം 3-ാം വാക്യം നമ്മൾ ചിന്തിച്ചല്ലോ. സർവ്വ ഉപരി സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. എല്ലാറ്റിലും ഉപരി ഈ സ്നേഹത്തിന്റെ ഹല്ലേലൂയ ബന്ധം ആമേൻ. സർവ്വ ഉപരി ഹല്ലേലൂയ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം. സമ്പൂർണത, പൂർണ്ണത ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സ്നേഹമാ. ആകയാൽ ഇത് ധരിക്കുവാൻ ഈ സ്നേഹത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആഴങ്ങൾ തിരിച്ചറിയുവാൻ ഇടയാകണം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവീൻ. മാത്രമല്ല അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, 3-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സംരക്ഷിക്കുവാൻ ജാഗ്രതയോടെ ഇരിക്കുവേൻ. അപ്പോൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കണം. ഈ ക്ഷമിക്കേണ്ടത് എങ്ങനെയൊക്കെയാന്ന് അവിടെ എഴുതിയിരിക്കുന്നത്? പൂർണ്ണ വിനയത്തോടെ. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വിടാനല്ല. ഞാൻ കണ്ടിട്ടുണ്ട് വല്ലതും കത്രമേശ കൊടുക്കുന്ന സമയത്ത് ഞാൻ നിന്നോട് വല്ലതും ചെയ്തിട്ടുണ്ടേ ഒന്ന് ക്ഷമിച്ചേക്കണം. ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അതുകൊണ്ടല്ല ക്ഷമ ചോദിക്കാൻ പോകുന്നത്. പിന്നെ എന്തേലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. അങ്ങനല്ല. അതെന്ത് ചെയ്യണമെന്നാ? പൂർണ്ണ വിനയത്തോടെ, സഹോദര സഹോദരി, ഇന്ന സമയത്ത് എന്റെ ഭാഗത്തു നിന്നും ഇന്ന തെറ്റ് നിങ്ങൾക്ക് വന്നു, അത് നിങ്ങൾ ക്ഷമിക്കണം. അത് കൃത്യമായിട്ട് പറയണമെന്നാണ് ദൈവവചനം പറയുന്നത്. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ക്ഷമിച്ചേക്കണേ, അതല്ല ദൈവാത്മാവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. 2 പൂർണ്ണ വിനയത്തോടെ, 2 സൗമ്യതയോടെ. ഹല്ലേലൂയ. ദീർഘക്ഷമ, പിന്നെ അത് ഓർക്കാൻ പാടില്ല. ദീർഘക്ഷമയോടെ. ഹല്ലേലൂയ. ഇതാണ് ദൈവാത്മാവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. പലതും നമുക്ക് പറ്റത്തില്ലല്ലേ? ആമേൻ. ദൈവാത്മാവ് പറയുന്നത് ആമേൻ നാം എന്ത് ചെയ്യണം?
ജീവിതത്തിൻ്റെതായ ഓരോ നിമിഷങ്ങളിലും ആമേൻ എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയപ്പെടുവാനിടയാകും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് കൊണ്ട് പോലും ഒരു സമാധാന വാക്ക് പറയുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഹൃദയത്തിൽ ദുഷ്ടത വെച്ചു പുലർത്തിക്കൊണ്ട് ആമേൻ ചിലരെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ പറയും, ചിലരെ പറ്റി വലിയ വലിയ നന്മകൾ പറയും. ദൈവാത്മാവ് പറയുക അതൊക്കെ വെറും വാചാലതയാണ്, അതുകൊണ്ട് ഒന്നും ദൈവം പ്രസാദിക്കുന്നില്ല. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. 28-ാം അധ്യായം അതിന്റെ ആമേൻ 3-ാമത്തെ വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട്. വാക്കൊക്കെ സമാധാനത്തോടെ ആയിരിക്കും, പക്ഷെങ്കിൽ ഹൃദയത്തിൽ എന്തുണ്ട്? ദുഷ്ടത. ഇത് ദൈവം ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ആമേൻ എല്ലാ കാര്യങ്ങളും സമാധാനത്തിലായിരിക്കണം. ദുഷ്ടത ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നാം ആമേൻ ചെയ്തു കഴിഞ്ഞാൽ ദൈവം അതിൻ്റെ അകത്ത് നമ്മുടെ ക്ഷമിക്കുവാൻ ഇടയാകത്തില്ല. മാത്രമല്ല നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. ഇനി അതിന്റെ 55-ാം അധ്യായം 21-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 55-ാം അധ്യായം 21-ാമത്തെ വേദഭാഗം. അവന്റെ വായ് വെണ്ണ പോലെ മൃദുവായത് ഹൃദയത്തിലു യുദ്ധമത്രേ. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. ഇത് വലിയ കട്ടിയുള്ള വാക്കുകൾ അല്ലെ? സ്തോത്രം. അവന്റെ വായ് വെണ്ണ പോലെ മൃദുവാകുന്നു. വെണ്ണ കയ്യിലെടുത്ത് തെന്നിപ്പോവും. എന്തൊരു സോഫ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെങ്കിൽ ഹൃദയത്തിൽ എന്താണ്? യുദ്ധമാ. കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വലിച്ചു കീറിയേനെ. ഇതാ നമ്മൾ ഉള്ളത്തിൽ ചിന്തിക്കുന്നത് അല്ലെ? അതാണ് ദൈവാത്മാവൂടെ പറയുന്നത്. അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവയാകുന്നു, എങ്കിലും അവ ഊരിയ വാളുകൾ ആയിരുന്നു. വെച്ചാൽ ചിലരുടെ വാക്ക് ആമേൻ മൃദുവായിട്ട് തോന്നും, പക്ഷെ ഹൃദയത്തിൽ ദുഷ്ടതയാ, ഹൃദയത്തിൽ പാപമാ. ദൈവാത്മാവ് പറയുന്നു അതിൽ നിന്ന് നാം വിമുക്തി പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിതം ഹല്ലേലൂയ കളിയല്ല. ഈ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ കളിയല്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഹൃദയ അന്തർഭാഗത്തിലെ ഒരു സത്യമാണ്. ഹൃദയ അന്തർഭാഗത്തിൽ ഒരു നീതിയാ. ഹൃദയ അന്തർഭാഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിലൊരു ആമേൻ കൃപയാ. അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. പലപ്പോഴും ഹൃദയ അന്തർഭാഗത്തിൽ സത്യമില്ലാതെ സമാധാനമില്ലാതെ പലപ്പോഴും നാം സംസാരിക്കുമ്പോൾ സമാധാനം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഹല്ലേലൂയ. ഹൃദയാന്തർഭാഗത്തിൽ വാഴുന്നത് യഥാർത്ഥ സമാധാനമാണെങ്കിൽ എന്നേക്ക് നാം പറയുന്ന വാക്കുകൾ അതിൻ പ്രകാരം നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പറയുകയാണ് സമാധാനമാണ് നമുക്ക് ആവശ്യം. ഈ സമാധാനം ഒരു ദാസനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വസിക്കുകയല്ല വേണ്ടിയത്, യജമാനനെ പോലെ വാഴുകയാണ് വേണ്ടിയത്. പലപ്പോഴും സമാധാനം ദാസനായിട്ടല്ല, യജമാനനെ പോലെ വാഴണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സമാധാനം മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാൻ സാധ്യമാകത്തുള്ളൂ. ആമേൻ. എങ്ങനെ? ദൈവിക സമാധാനം നമ്മുടെ സമാധാനമായി ആമേൻ നാം ഏറ്റെടുക്കണം. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 26-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഹല്ലേലൂയ, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് പൂർണ്ണ സമാധാനം കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് ആമേൻ തിരുവചന ധ്യാനത്തിൽ സമാധാനം നാം ഏറ്റെടുക്കണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-ാം അധ്യായം 165-ാമത്തെ വേദഭാഗം ആമേൻ വായിക്കാമോടെ. ആമേൻ. അവന്റെ വചനത്തിൽ നമുക്ക് സന്തോഷം കൈവരിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ ഇടയാക്കും. വായിച്ചാട്ടെ 119-ാം സങ്കീർത്തനം 165-ാമത്തെ വേദഭാഗം. നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് കാരണം ഒന്നുമില്ല. ന്യായ പ്രമാണത്തോടെ പ്രിയം വേണം. ഈ വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ പോരാ, അതിനോട് പ്രിയം വെക്കണം. അതിനനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകണം. ഈ തിരുവചനം നമ്മുടെ ജീവിതത്തെ ശരിയായ പാതയിൽ നടത്തുവാൻ ഇടയാകണം. ഈ തിരുവചന ധ്യാനം നമ്മുടെ ജീവിതത്തിന് ആമേൻ ഒരു മാറ്റത്തിന് കാരണമാക്കണം. അങ്ങനെയെങ്കിൽ
ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ തക്കവണ്ണം ഇടയാകും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, പ്രാർത്ഥനയാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വരും. അല്ലെ, നമ്മൾ പോയി അല്പസമയം പ്രാർത്ഥിച്ചേ, അല്ലെ, കരഞ്ഞ് മനസ്സ് നീറി ഒരു സമുദ്രം പോലെ, കുത്തൊഴുക്ക് പോലെ, അഗ്നിപർവ്വതം പോലെ പൊട്ടി ഇങ്ങോട്ട് പുറപ്പെട്ടു വരുമ്പോൾ 10 മിനിറ്റ് പോയി ദൈവസന്നിധിയിൽ വേണ്ടവണ്ണം ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചേ, ദൈവമക്കളെ, ദൈവ സമാധാനം കൊണ്ട് ഹൃദയങ്ങൾ നിറയുവാൻ തക്കവണ്ണം ഇടയാകും. ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് പ്രാപിച്ചെടുക്കണമോ? തിരുവചനം ധ്യാനിക്കണം, ആ തിരുവചനത്തെ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. 2, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ഹല്ലേലൂയ, പ്രാർത്ഥന നിരതരായി നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവിക ബുദ്ധിയെ കവിയുന്ന ആമേൻ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ, ദൈവിക സമാധാനം നിറയപ്പെടുവാൻ, ഹല്ലേലൂയ, മനുഷ്യ ബുദ്ധിക്ക് അതീതമായി ലോകം തരുന്ന സമാധാനത്തെക്കാൾ വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ആമേൻ നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുവാൻ ഇടയാകും. മാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ആമേൻ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നു, സമാധാനത്തിൽ ജീവിപ്പാൻ നമ്മെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. ഈ ഭൂപരപ്പിൽ നാം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആമേൻ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ, ആമേൻ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിളിയുടെ ആഴം ജീവിതത്തിൽ സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനാണ്. ആമേൻ, അതിന് തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. പ്രാർത്ഥനാ വീരരായി നാം ജീവിക്കണം. അതിനാണ് ആമേൻ വചന കേൾവി മാത്രം പോരാ, പ്രാർത്ഥനയുള്ളവരായി മാറണം, വ്യക്തിപരമായ പ്രാർത്ഥനയുള്ളവരാകണം. നമുക്ക് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ഏത് തലങ്ങളിലും പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ഈ സമാധാനത്താൽ നിറയപ്പെടുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ സമാധാനത്താൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ വിളി കേൾക്കുവാൻ ഇടയാകണം. ഈ വിളിയിൽ ആമേൻ വിളിയും തെരഞ്ഞെടുപ്പും അധികം മുറിപ്പാക്കിക്കൊണ്ട് ഈ സമാധാനത്തിൽ ജീവിക്കുവാൻ നമ്മുടെ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ദൈവ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വസ്ത്രം പോലെ, ഹല്ലേലൂയ, നമ്മുടെ പുറത്ത് ധരിക്കണം. അതാണ് ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. അതിന്റെ ഹല്ലേലൂയ 14-ാം വാക്യം എഴുതിയിരിക്കുന്നു, സർവോപരി സമ്പൂർണതയുടെ ബന്ധമായ ആമേൻ സ്നേഹം ധരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൃദയത്തിൽ ആമേൻ ഈ സമാധാനം വാഴുകയും വേണം. നമുക്ക് വ്യക്തികളായി മാത്രം ഈ സമാധാനം അനുഭവിച്ചാൽ പോരാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന് ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ നാം പ്രാപ്തരാകണം. മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, നാം ആയിരിക്കുന്ന ദൈവസഭകളില്, നാം ആയിരിക്കുന്ന ഇടങ്ങളില് ഈ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, അന്യോന്യം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് ആമേൻ സമാധാനകാംക്ഷികളായി ആമേൻ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, നമ്മുടെ കർത്താവായ യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, സമാധാനത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ വേണ്ടവണ്ണം ആമേൻ മനസ്സിലാക്കി കൊടുക്കുവാൻ നാം ഹല്ലേലൂയ തയ്യാറാകണം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ഏക ശരീരമായി അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം വെളിപ്പെടുത്തുവാനുള്ള ഒരു പ്രവർത്തന മണ്ഡലമാണ് നമ്മുടെ ആമേൻ ജീവിതം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ വിശ്വാസിക്ക് ദൈവത്തോട് സമാധാനത്തിൽ ജീവിപ്പാൻ കഴിയും. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് എന്തുണ്ട്? സമാധാനമുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക്, നീതീകരണം പ്രാപിച്ചവർക്കാണ് സമാധാനമുള്ളത്. ക്രിസ്തുവേശുവിൽ ഒരു നീതീകരണം നാം പ്രാപിച്ചെടുക്കണം. ക്രിസ്തുവിന്റെ വിളിയാൽ നമ്മുടെ ജീവിതം, ശരീരങ്ങൾ, ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ് ആമേൻ ദൈവ ഇഷ്ടപ്രകാരം ആമേൻ നയിക്കുന്നവരായി, ആമേൻ അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നവരായി തീർന്നാൽ ഈ ദിവ്യമായ സമാധാനത്താൽ നമുക്ക് നിറയപ്പെടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. മാത്രമല്ല എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവീൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമ്മൾ കർത്താവിനെ കാണുന്നു എന്ന് പറഞ്ഞ് നടക്കുക അല്ലെ? കർത്താവിന് വേണ്ടി ജീവിതം നയിച്ചവരാ, വേർതിട്ടവരാ. എന്നാൽ ദൈവാത്മാവ് പറയാ, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല. ആകയാൽ ഇന്ന് പകൽക്കാലം വിശുദ്ധനായ ദൈവത്തിന് മുൻപിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. പെട്ടെന്ന് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ തന്നെ പെട്ടെന്ന് വായിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് വായിച്ചിട്ട് എടുത്തിട്ട്. 12-ാം അധ്യായം റോമാലേഖനം
12-ാം അധ്യായം 18-ാമത്തെ വേദഭാഗം. കഴിയുന്നിടത്തോളം സകല മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കുവീൻ. വഴക്ക് പിടിക്കാൻ പോകരുത്. കഴിയുന്നത്രയും സ്നേഹത്തോടെയും സമാധാനത്തോടെയും അപ്പോസ്തലനായ പൗലോസ് പറയാ നമ്മൾ ജീവിക്കുവാൻ ശ്രമിക്കണം. അങ്ങനെ നാം വായിച്ച ഒരു കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന എന്താണ്? സകലത്തിനും മീതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എന്ത് ചെയ്യണം? ഈ ക്രിസ്തുവിന്റെ സ്നേഹം ധരിക്കണം. അങ്ങനെ ധരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുള്ളവരായി മാറുവാനിടയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം കൂടി വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വേദം. ശക്തി നൽകും യഹോവ ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവരെ സമാധാനം കൊണ്ട് കർത്താവ് നിറയ്ക്കും, ശക്തി കൊണ്ട് കർത്താവ് നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ ശക്തി, ആമേൻ, ഈ സമാധാനം നാം പ്രാപിച്ചെടുക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ എന്താണ് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വേദഭാഗം. ഹല്ലേലൂയ. അതിന്റെ അതിപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടായിരിക്കേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടത, പ്രയാസം, നിന്ദ, ദുഃഖം, ദുരിതം, പരിഹാസം എല്ലാം ഉണ്ട്. എങ്കിലും കഷ്ടത നിറഞ്ഞ ലോകത്തിലെ സമാധാനത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. ഈ ലോകത്തെ ജയിച്ച കർത്താവ് പറയുക, ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഞാൻ സമാധാനം ഉണ്ടാക്കേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് കൊണ്ട് ഇതിനെ ജയിക്കുവാനുള്ള ദൈവകൃപ നാം ഏറ്റെടുക്കുക. 2 കൊരിന്ത്യ ലേഖനം, ആമേൻ, 5-ാം അധ്യായം 10 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, അവിടെയും ഈ സ്നേഹത്തിന്റെ ആഴങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിവാദിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലതും നിങ്ങളുടെ ആത്മീയ അഭിവൃദ്ധിക്കായിട്ടത്രേ. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുപക്ഷെ കലഹം, അസൂയ, ക്രോധം, ഭിന്നത, അപവാദം, ഏഷണി, നിഗളം, ക്രമക്കേട് എന്നിവ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അശുദ്ധി, ലൈംഗിക തിന്മ, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് അനുതപിക്കാത്ത പലരെയും കുറിച്ച് ഖേദിക്കുവാനും ഇടവരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു. ഇതൊക്കെ വലിയ കാര്യങ്ങളാകട്ടെ. സമയത്തിന്റെ പരിമിതി ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ഹല്ലേലൂയ. അനുതപിക്കാത്ത പാപിയെ കുറിച്ച് സ്വർഗം, ഹല്ലേലൂയ, ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുതപിക്കുന്ന പാപിയെ സ്വീകരിപ്പാനായിരിക്കുമ്പോൾ ദൈവീയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലായിരിക്കണം. മാത്രമല്ല, നാം വായിച്ച ആമേൻ കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, അന്യോന്യം നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലാണല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ലാസ്റ്റ് ആ വാക്യത്തിൽ 15-ാം വാക്യം ലാസ്റ്റ് പറയുകയാണ്, നന്ദിയുള്ളവരായിരിക്കും. ആമേൻ. ഒന്ന്, കർത്താവ് എന്താ പറയുന്നത്? ഹല്ലേലൂയ. സമ്പൂർണ്ണത, സകലത്തിന്റെയും സമ്പൂർണമായ സ്നേഹം നമ്മളിൽ ഉണ്ടാകണം. 2, ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് പഠിച്ചു. 3, ഇനി അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് നന്ദിയുള്ളവരായിരിക്കുവേൻ. ദൈവത്തോടുള്ള നന്ദി, ഹല്ലേലൂയ, അത് സ്തുതിയിലൂടെയും സ്തോത്രത്തിലൂടെയും നാം ആമേൻ വെളിപ്പെടുത്തണം. ദൈവത്തെ ആരാധിച്ച് ആരാധനകളിലൂടെ അത് പ്രകടമാക്കണം. സൽഗുണത്തെ, ഹല്ലേലൂയ, ആമേൻ, ദൈവം മുൻപാകെ വർണ്ണിക്കുവാൻ ഇടയാകണം. ഏറ്റവും വലിയത്, ഹല്ലേലൂയ, കൃതജ്ഞതയാണ്. ദൈവമക്കളെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ആമേൻ ഘോഷിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ ഈ കൃതജ്ഞത, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഏറ്റവും വലിയത് നമ്മുടെ ജീവിതത്തിൽ കൃതജ്ഞതയാണ്. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സങ്കീർത്തനക്കാരൻ ആമേൻ 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ പറയുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ സർവാന്തരംഗവും വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളെയും ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ മുന്നേറുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം
നമ്മുടെ ജീവിതത്തിൽ സകലത്തിലും മേതെ ആമേൻ നൽകപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്താൽ സമാധാനം പ്രാപിച്ചെടുത്തുകൊണ്ട് നന്ദിയുള്ളവരായി ഈ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് 15-ാം വാക്യം മുതൽ ചിന്തിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. ഇതുവരെയും ആമേൻ വചന കേൾവിയിൽ ആയിരുന്ന, വചനം വായിച്ച് സഹായിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. മാത്രമല്ല ആമേൻ ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തവരും ഇനി യൂട്യൂബിലൂടെ ഈ വചനം കേൾക്കുന്നവരുമായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ആമേൻ പിന്നെയും വളർന്നു വരട്ടെ. നിങ്ങൾ അനേകരിലേക്ക് ഈ തിരുവചനം എത്തിക്കുവാനും ഈ ചെറിയ പ്രവർത്തനത്തെ ആമേൻ കൂട്ടായി ചേർന്ന് നിന്ന് വർദ്ധിപ്പിക്കുവാനും ഇടയാക്കണം. ആമേൻ. നിങ്ങൾ ഈ വചനദീപ്തി കുടുംബത്തിലെ അംഗങ്ങളായി മാറുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ചേർന്ന് സമയമുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഈ സൂം മീറ്റിംഗിലേക്ക് കടന്നു വരുവാനും ഞാൻ നിങ്ങളെ കർത്തനാമത്തിൽ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്ത് എന്റെ വാക്കുകളെ വിരമിക്കുന്നു. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.